നമസ്കാരം. വമ്പൻ ട്വിസ്റ്റിലേക്കാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിന് രാഹുലിനും കനത്ത പ്രഹരം നൽകിക്കൊണ്ട് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് BJPക്ക് കൈകൊടുത്തിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ഇതാ ഇന്ത്യ സഖ്യം വിട്ട് BJPയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് BJP പാളത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതോടെ BJPക്ക് ഇനി ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അതായത് BJPക്ക് ഇതാ വമ്പൻ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുകയാണ്. മമതയെ ഇന്ത്യ സഖ്യം കൈവിട്ടതോടു കൂടിയാണ് നിർണായകമായ ഒരു നീക്കം നടത്താൻ മോദി ആനന്ദ ബോസിനെ ചുമതലപ്പെടുത്തിയത്. 2019 BJP നേടിയ ഭൂരിപക്ഷത്തിനേക്കാളും 400 സീറ്റ് നേടുമെന്നായിരുന്നു BJP പറഞ്ഞിരുന്നത്. അതായത് 3-2 ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ വരും, അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത്. മൂന്നാമതോടെ ഹാർട്ടിക് വിജയത്തോടെ മോദി അധികാരത്തിൽ വന്നെങ്കിലും 2019 ലഭിച്ച ഭൂരിപക്ഷം 2024 BJP സർക്കാരിന് ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ നിരീക്ഷകരടക്കം BJPയുടെ സ്ഥിതി 2019 നിന്ന് കുറച്ച് മെച്ചപ്പെടും എന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ഒരു നിരാശയുണ്ടായിരുന്നു. അതായത് കേവലം ഭൂരിപക്ഷം BJPക്ക് നേടാനായില്ല. 272 സീറ്റ് വേണ്ടിടത്ത് BJPക്ക് 32 സീറ്റുകളുടെ ഒരു കുറവുണ്ടായി. അതോടെ 240 സീറ്റുകളിൽ BJP തേരോട്ടം അവസാനിപ്പിച്ചു. എന്നാൽ BJPക്ക് ഇപ്പോൾ ശക്തമായി നിൽക്കുന്ന NDA ഘടകം കക്ഷികളുടെ സീറ്റുകൾ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ മോദി തന്നെ മൂന്നാമതും പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ വന്നു. 100 തികയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 2014 19 അപേക്ഷിച്ച് കോൺഗ്രസ് കുറച്ചു കൂടുതൽ സീറ്റ് അവർക്ക് നേടാൻ സാധിച്ചു. പ്രതിപക്ഷം എല്ലാം കൂടെ ചേർന്ന് BJPക്ക് ഒരു തലവേദന ഉണ്ടാക്കുന്നു എന്ന രീതിയിലേക്ക് ഇന്ത്യ മുന്നണി രൂപീകരിച്ചു. അപ്പോഴും കോൺഗ്രസ് പറയുന്നത് മോദി സർക്കാർ മൂന്നാമതും കാലാവധി പൂർത്തിയാക്കില്ല എന്നാണ്. അതിനിടയിലാണ് വലിയ അട്ടിമറി ഉണ്ടാകുമെന്നും മോദി സർക്കാർ താഴെ വീഴുമെന്നും, അതായത് BJP പിന്തുണയ്ക്കുന്ന TDPയും ജനതാളുമൊക്കെ പിന്തുണ പിൻവലിച്ച് ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് കോൺഗ്രസും CPM ഒരുപോലെ പറയുന്നത്. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും BJPയുടെ ഘടകകക്ഷിയൊക്കെ ആയതുകൊണ്ട് തന്നെ കേവലം ഭൂരിപക്ഷം ഉറപ്പാക്കാൻ സാധിക്കാത്തത് ഒരു പ്രധാന വെല്ലുവിളിയായതുകൊണ്ട് തന്നെ നിരവധി ചെറിയ പാർട്ടികളുടെ പിന്തുണയോടെ ഒരു അട്ടിമറി നടക്കുമോ എന്ന് പറയാനും കഴിയില്ല. എന്നാൽ രാഷ്ട്രീയത്തിന്റെ സകല തന്ത്രങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെ BJP നേരത്തെ തന്നെ ഒരു ശ്രമം നടത്തിയിരുന്നു. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും വിലപേശുന്നതിന്റെ ശക്തി കുറയ്ക്കുക, ഭരണം തുടർച്ച ഉറപ്പാക്കുക, ഒരു കാരണവശാലും സർക്കാരിന് ശല്യമുണ്ടാക്കാത്ത രീതിയിലേക്ക്, അതായത് ഒരു തലവേദന ഉണ്ടാക്കാതെ ഇരിക്കുക എന്നത് ലക്ഷ്യം വെച്ചാണ്. ആ ലക്ഷ്യം വെച്ച് കളത്തിലിറങ്ങിയത് മമതാ ബാനർജിയെ ലക്ഷ്യം വെച്ച് മാത്രമാണ്. മമതയും മോദി സർക്കാരും തമ്മിലുള്ള ഭിന്നത എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അമിത്ഷായും അതായത് മമതാ ബാനർജി അമിത്ഷായുടെ ഒക്കെ പക കാണിച്ചതും രാഷ്ട്രീയ നിരീക്ഷകർ വരെ ഒന്നടക്കം ഞെട്ടലോടെയാണ് കേട്ടത്. മമതയെ ഇല്ലാതാക്കിയാൽ മാത്രമേ BJPക്ക് ബംഗാളിൽ വളരാൻ സാധിക്കുകയുള്ളൂ എന്ന് BJP നേതാക്കൾക്ക് നല്ല പോലെ അറിയാം. മമതയെ തകർക്കുക, ബംഗാളിൽ BJPക്ക് പ്രധാന രാഷ്ട്രീയ പാർട്ടിയാകാൻ ഒരു നീക്കമാണ് BJP നടത്തിയത്. ഒന്നേ മമതാ ബാനർജിയെ അടപടലം തകർക്കുക, അല്ലെങ്കിൽ മമതാ ബാനർജിയെ ഒപ്പം കൂട്ടി വൻ ഭൂരിപക്ഷം നേടി ഒരു വലിയൊരു അധികാരത്തിലേക്ക് എത്തിക്കുക. അതാണ് BJPയുടെ മുന്നിലുള്ള രണ്ട് പോംവഴി. അതുകൊണ്ട് തന്നെയാണ് ഇലയ്ക്കുമുള്ളിൽ കേടില്ലാത്ത രീതിയിൽ നരേന്ദ്രമോദി ആനന്ദ് ബോസിനെ ചുമതലപ്പെടുത്തിയതും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കൊല്ലം ജില്ലക്കാരനായ ആനന്ദ് ബോസിനെ നേരെ ബംഗാളിലെ ഗവർണറാക്കി ഇരുത്തിയത്. ആദ്യമൊക്കെ മമതയും ആനന്ദ് ബോസും തമ്മിൽ വലിയ ഒരു മച്ചാ കമ്പനി ആയിരുന്നെങ്കിൽ ഇടയ്ക്ക് വെച്ച്, അതായത് സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ മമതയും ആനന്ദ് ബോസും തമ്മിൽ ഇടയുന്നു. രണ്ടുപേരും അടിച്ചു പിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷം ബംഗാളിൽ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നു. അതിനൊക്കെ ആനന്ദ് ബോസ് ശക്തമായി തന്നെ പ്രതിരോധം തീർത്തു നിന്നു. അതിനുശേഷമാണ് ഇന്ത്യ സഖ്യം മമതയെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞപ്പോൾ ആനന്ദ് ബോസും മമതയും കൂടെ വീണ്ടും ഒന്നിച്ച് തൃണമൂൽ കോൺഗ്രസ് വീണ്ടും BJPയിലേക്ക് ലയിക്കുന്നത്. ഇതോടെ മോദി സർക്കാരിന് 2019 വൻ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയുന്നത്. ഇനി പാർലമെന്റിൽ നിഷ്പ്രയാസം, അതായത് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും സഹായം ഇല്ലാതെ തന്നെ നിഷ്പ്രയാസം ഏത് ബില്ലുകളും അനായാസം പാസാക്കി വിടാൻ സാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം.